നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമളാൻ മാസം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ച മാസം ശഅബാനാണ് നബി മുഹമ്മദ് മുസ്തഫ. റജബ് മാസത്തിൽ ഒരു നോമ്പെങ്കിലും പിടിച്ചവർ കൈവക്കിക്കേ. റജബ് മാസത്തിൽ ഒരു നോമ്പെങ്കിലും പിടിച്ചവര് കൈവക്ക്. അപ്പൊ ഇവിടെ ഈ റജബ് 27 ഒന്നും ഇല്ലേ? അപ്പൊ റജബ് 27 നിങ്ങളപ്പോ എന്ത് ചെയ്തപ്പോ? സുബ്ഹാനല്ലാഹ്, അതൊക്കെ ഉണ്ടോന്ന് ചോദിക്കേണ്ട കാലമല്ലേ? റജബ് 27 അപ്പൊ നിങ്ങൾ നോമ്പ് പിടിച്ചില്ല? അല്ലാഹു അലം, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഷാബാനിലെങ്കിലും പിടിക്കോ? റജബ് ഇസ്രാവും മിറാജ ഇല്ല, പിന്നെ എന്ത് ബറാത്ത് നോമ്പ് അല്ലേ? അല്ലാഹു അലം, പടച്ചോൻ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ വിചാരിക്കണ ഇവർക്ക് എൻ്റെ മലയാളം മനസ്സിലാകാഞ്ഞിട്ട് കൈ വെക്കാതെ ഞാൻ അങ്ങനെ കരുതിക്കോളാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങളെന്തിങ്ങനെ ഇരിക്കണേ? പരിശുദ്ധമായ ശഅബാൻ മാസം, ഈ മാസം റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പ് പിടിച്ച മാസമാ ശഅബാൻ. ഈ മാസമെങ്കിലും ഒരെണ്ണമെങ്കിലും പിടിക്കണേ, ഒരെണ്ണമെങ്കിലും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. റസൂലുള്ളാഹി തങ്ങൾ ഏറ്റവും കൂടുതൽ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പെട്ടെന്ന് പറയുകയാണ്, അന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹ قالت يكن النبي صلى الله عليه وسلم يصوم شهرا أكثر من شعبان فإنه كان يصوم شعبان كله. അല്ലാഹുവിന്റെ പ്രവാചകന് ശഅബാൻ മാസം മുഴുവനും അധികവും നോമ്പ് പിടിക്കുമായിരുന്നു. റമളാൻ കഴിഞ്ഞാൽ പ്രവാചകൻ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ച മാസമാണ് ശഅബാൻ. പ്രവാചകന് വല്ലാത്ത ഇബാദത്താ, സാധാരണ മാസം പോലെയല്ല. ശഅബാൻ മാസത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഇബാദത്തുകൾ വല്ലാതെ കൂടുകയാണ്. അവിടുന്ന് സ്വഹാബികൾ ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകര് എന്തുകൊണ്ടാണ് ശഅബാൻ മാസത്തിലധികമായിട്ട് അങ്ങ് നോമ്പ് പിടിക്കാനുള്ള കാരണം? ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള കാരണം എന്താ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാൽ ഇലാ റബ്ബിൽ ആലമീൻ. നിരന്നിരിക്കുന്നവര് കേട്ടോ, ഈ മാസത്തിന്റെ മഹത്വം അറിയുമോ? ഈ മാസത്തിന്റെ പ്രത്യേകത അറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, എന്തിനാ നബിയേ ഈ മാസത്തിൽ ഒരുപാട് നിസ്കരിക്കുന്നല്ലോ, ഒരുപാട് ദിക്റുകൾ പറയുന്നല്ലോ, ഒരുപാട് സദഖ കൊടുക്കുന്നല്ലോ, എല്ലാ ദിവസവും നോമ്പ് പിടിക്കുന്നല്ലോ, എന്തേ കാരണമെന്ന പ്രവാചകനോട് അവിടെന്ന് ചോദിച്ചപ്പോ അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? സഹാബാ, എന്റെ ഒരു വർഷക്കാലത്തെ അമലുകൾ അല്ലാഹുവിന്റെ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന മാസമാണ് സഹാബാ. കഴിഞ്ഞ ഒരു വർഷക്കാലമുണ്ടല്ലോ, നീ നിസ്കരിച്ചതും നോമ്പ് പിടിച്ചതും ഖുർആൻ ഓതിയതും സദഖ കൊടുത്തതും സ്വലാത്ത് പറഞ്ഞതും നീ എന്തെല്ലാം നന്മകൾ ചെയ്തിട്ടുണ്ടോ, ഇത് മുഴുവനും അല്ലാഹുവിന്റെ മുന്നിൽ ബറാഅത്തിന്റെ രാവിലെ ശഅബാൻ 15ന്റെ രാവിലെ മലക്കുകൾ അല്ലാഹുവിന്റെ സന്നിധാനത്തിലേക്ക് കൊണ്ടുപോകുന്ന മാസമാ. എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണ്ടേ ചെറുപ്പക്കാരാ? ഒരു കൊല്ലം നീ ചെയ്ത നന്മകൾ മുഴുവനും അല്ലാഹുവിന്റെ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാ കാണണ്ടേടാ പൊന്നുമോര്, എന്തെങ്കിലുമൊക്കെ കാണണ്ടേ. അല്ലാഹു നിന്നോട് കരുണ കാണിക്കണ്ട്, പടച്ചവൻ നിനക്ക് വിട്ടുവീഴ്ചകൾ ചെയ്യണ്ട്. നിന്റെ നമസ്കാരങ്ങളിലും ഖുർആൻ ഓതിയതിലും വന്ന പോരായ്മകളുണ്ടല്ലോ, ഇത് മുഴുവനും അല്ലാഹു നിനക്ക് വിട്ടുവീഴ്ച ചെയ്ത് തരണ്ടേ. അതുകൊണ്ട് സഹാബാ, എന്റെ അമലുകൾ അല്ലാഹുവിന്റെ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന മാസമാണ് സഹാബാ. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ എന്റെ വാപ്പമാരോട് പറയുകയാ, എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഇത് കളിക്കണ്ട മാസമല്ല, ഇത് നിസാരമായി തള്ളിക്കളയേണ്ട മാസമല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്നെ പറഞ്ഞല്ലോ, സഹാബാ, ഇത് ജനങ്ങളും മറക്കുന്ന മാസമാണ് സഹാബാ. ഈ ശഅബാൻ എന്ന് പറയുന്ന മാസമുണ്ടല്ലോ, ഇത് ജനങ്ങൾ അശ്രദ്ധമായി കളയുന്ന മാസമാ, ഇത് അശ്രദ്ധമായി കളയുന്ന മാസമാ. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണേ, അതുകൊണ്ട് നിങ്ങൾ ഗൗനിക്കണേ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് ഞാൻ പറയുകയാ, എടാ, എല്ലാവരും ചെയ്യുന്നത് ചെയ്യും പരമ്പരല്ല. ചെറുപ്പക്കാര് പറയുമല്ലോ, എല്ലാവരും ചെയ്യുന്നത് ചെയ്താൽ ഒരു കിക്കില്ല ഉസ്താദ്, വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യ ോട് പറയുകയാ, എടാ, എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല, ചെയ്യാതിരിക്കുന്നത് പലതും ചെയ്യണമടാ ചെറുപ്പക്കാരാ. എല്ലാവരും മറക്കുന്ന മാസത്തെയാണ് നീ ഓർക്കേണ്ടത്, എല്ലാവരും നിസാരമായി കളയുന്ന മാസത്തെയാണ് നീ മുറുകെ പിടിക്കേണ്ടത്. കാരണം ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ മാസമാ. മുത്തുനബിയെ നിന്നെ കൊണ്ടുപോകാൻ കാണൂ, മുത്തുനബിയെ നിന്നെ സഹായിക്കാൻ കാണൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ശഅബാനു ശഹരി, ശഅബാൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മാസമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ എല്ലാവരും മറന്നു പോകുന്ന മാസം റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പ് പിടിച്ച മാസം ശഅബാൻ മാസം. ഏറ്റവും കൂടുതൽ ഇബാദത്ത് റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇബാദത്ത് ചെയ്ത മാസം ശഅബാൻ മാസം. അതുകൊണ്ട് പ്രവാചകനോട് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു രണ്ട് കാര്യം. ഒന്ന്, എൻ്റെ ഒരു കൊല്ലത്തെ അമല് അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് ഈ ശഅബാനില. രണ്ട്, എല്ലാവരും മറക്കുന്ന മാസം അള്ളാഹുവിനെ ഓർക്കാൻ കഴിയണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ മാസത്തെ നിസാരമായി കാണരുത്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം, ഈ മാസം സാധാരണ ഒരു മാസത്തെ പോലെ തള്ളിക്കളയേണ്ട മാസമല്ല. ഇത് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കേണ്ട ഒരു മാസം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹ് നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പരസഹോദരങ്ങൾ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരും റസൂലുള്ളാഹി ചൂടുണ്ടോ? ഒരു 3 സ്വലാത്ത് പറഞ്ഞ സ്വല്ലല്ലാഹു, രണ്ടും നല്ല ചൂടാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ജനങ്ങൾ മറന്നു കളയുന്ന ഈ മാസം, എടാ ചെറുപ്പക്കാർ പറയത്തില്ലേ, ഉസ്താദ് എല്ലാവരും ചെയ്യുന്നത് ഒരു കാര്യമില്ല, ഒരു വെറൈറ്റി വേണ്ടേ, ഒരു വെറൈറ്റി വേണ്ടേ? ഞാൻ പറയുന്ന ചെറുപ്പക്കാരെ, വെറൈറ്റി വേണം. എടാ, എല്ലാവരും ഈ മാസത്തെ മറക്കുന്നു, നീ ഓർക്ക്. എല്ലാവരും നിസാരമായി തള്ളിക്കളയുന്ന ചില കാര്യങ്ങളുണ്ട്, അതിനെ നീ ഓർക്ക്. നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ നീ തീരുമാനിക്ക്. നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടും. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ, അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. എടാ, അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മയില്ലാത്ത സമയത്ത് അള്ളാഹിനെ ഓർക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, വെറൈറ്റിയല്ലേ ചിന്തിക്കുന്നത്? എടാ, അള്ളാഹുവിനെ ഓർക്കാത്ത ചില സ്ഥലങ്ങളുണ്ട്, അള്ളാഹിനെ ഓർമ്മ വരാത്ത ചില സ്ഥലങ്ങളുണ്ട്, അള്ളാഹിനെ കുറിച്ച് ചിന്ത വരാത്ത, എല്ലാവരും മറന്നു പോകുന്ന ചില സ്ഥലങ്ങളുണ്ട്. അവിടെ വെച്ച് നീ അള്ളാഹിനെ ഓർക്ക്. നിനക്കല്ല 2 പ്രതിഫലം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ആരും അള്ളാഹിനെ ഓർക്കാത്ത ചില സ്ഥലങ്ങളുണ്ട്, ആരും അള്ളാഹുവിനെ ഓർക്കാത്ത ചില സ്ഥലങ്ങൾ. ആ സ്ഥലങ്ങളിൽ വെച്ച് നീ അള്ളാഹിനെ ഓർക്കണം, എങ്കിൽ നീ രക്ഷപ്പെടും. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹിനെ ഓർക്കാത്ത സ്ഥലം എവിടാ? പറട ചങ്ങാതി. അള്ളാഹിനെ കുറിച്ച് അധികം പേരും ചർച്ച ചെയ്യപ്പെടാത്ത, ഓർമ്മ വരാത്ത ഒരു സ്ഥലമുണ്ട്. ഇവിടെ ഈ മാർക്കറ്റിന് എന്താ പറയുക? മീൻ കച്ചവടമൊക്കെ ചെയ്യുന്ന സ്ഥലം മാർക്കറ്റ്. മാർക്കറ്റിൽ ആരെങ്കിലും അള്ളാഹിനെ കുറിച്ച് ചർച്ച ചെയ്യാറുണ്ടോ? മാർക്കറ്റ് എന്ന് പറയുന്നത് തന്നെ ഇബ്ലീസിന്റെ കേന്ദ്രം, ഹോൾസെയിലായിട്ട് ഇറക്കിയിരിക്കുന്ന സ്ഥലമാണ്. പല ഉമ്മ മക്കൾ ഇങ്ങോട്ട് വരും, എന്തൊക്കെ ചർച്ചകളാണ് നടക്കണേ. എൻ്റെ പ്രിയപ്പെട്ടവർ, അവിടെ ആകെ അള്ളാഹിനെ കുറിച്ച് ഓർമ്മ വരുന്നത്, ഈ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ മീൻ കച്ചവടം ചെയ്യുന്ന ആൾക്കാർ പറയും, 2 ആഴ്ച പഴക്കമുള്ള മത്തി എടുത്ത് വെച്ചിട്ട് പറയും, അള്ളാഹ് ഫ്രഷ, അള്ളാഹ് ഫ്രഷ, അള്ളാഹ് ഫ്രഷ. ഇതാ
എടാ അവ കേരളത്തിൽ നിന്നൊക്കെയാ വരുന്നത്. ഇവിടുന്ന് മത്തി അങ്ങോട്ട് പോകും, അവിടെ നിന്ന് അയില ഇങ്ങോട്ട് വരും. ഈ അവന് തന്നെ അറിയാം ഇത് ഐസിട്ട് 2 ആഴ്ച പഴക്കമുണ്ടെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മത്തി എടുത്ത് വെച്ചിട്ടാ പറയണ അള്ളാണ് ഇത് ഫ്രഷ് ആണെന്ന്. ഓനെയാണ് കാക്കേണ്ടത്. അള്ളാഹു കാക്കുമാറാകട്ടെ. നമ്മൾ അള്ളാനെ ഓർക്കണ അങ്ങനെ. അവിടെ ആരും അള്ളാനെ ഓർക്കാറില്ല. എടാ അതാടാ വെറൈറ്റി. ആ മാർക്കറ്റിന്റെ അകത്ത് പോയി നിന്നിട്ട് നീ അള്ളാഹുവിനെ ഓർക്കണം. അപ്പോഴാ നിനക്ക് അള്ള പ്രതിഫലം തരാമെന്ന് പറഞ്ഞത്. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഇത് സാധാരണ മാസമല്ല. ഇത് സാധാരണ മാസമല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇത് സാധാരണ മാസമല്ലടാ ചെറുപ്പക്കാരാ. ഈ പരിശുദ്ധമായ മാസം അള്ളാഹുവിന്റെ പ്രവാചകന്റെ മാസമാ. എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, നിസാരമായി തള്ളിക്കളയേണ്ട മാസമല്ല. ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യൂ. ജനങ്ങൾ തള്ളിക്കളയുന്ന ഒരുപാട് പാവങ്ങളുണ്ടടാ. അത് പാവമല്ലെന്ന് ജനങ്ങൾ പറയുന്നു. പക്ഷേ ആ പാപം ചെയ്യുന്നതിലൂടെ വലിയ വലിയ നാശങ്ങൾ സംഭവിക്കുകയാ. പക്ഷേ ജനങ്ങളത് പാപമല്ലെന്ന് പറയുന്ന കാലമാണ്. ശഅബാൻ മാസമാ സഹോദര. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വഖത്തുകൾ ഖളായി പോയിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് നിസ്കാരങ്ങൾ ഖളായി പോയിട്ടുണ്ട്. ഇത് എവിടെ തീർക്കും സഹോദര? അതുകൊണ്ട് നിങ്ങൾ ഇനി മുതൽ ഓരോ ഫർള് നിസ്കരിക്കുമ്പോഴും അതിൻ്റെ കൂടെ ഒരു ഖളാ വീട്ടി ഫർള് കൂടെ നിസ്കരിക്കും. ജീവിതത്തിൽ ഖളാ ആയി പോയ ഒരു ളുഹർ നമസ്കാരം, അല്ലാഹുവേ ഞാൻ ഖളാ വീട്ടി നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടെ ഓരോ വഖത്തിന്റെ കൂടെ ഓരോ ഫർളുകൾ കൂടെ നിങ്ങൾ ഖളാ വീട്ടി നിസ്കരിക്കുക. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ റമദാനിന് നോമ്പ് പിടിക്കാൻ പറ്റാത്തവരുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങൾ കാരണം നോമ്പ് പിടിക്കാതെ നോമ്പ് ഖളായി പോയവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, നിങ്ങളുടെ പീരീഡ് മെൻസസിന്റെ സമയത്ത് നിങ്ങൾ ഒരുപാട് നോമ്പുകൾ പിടിക്കാതെ കളഞ്ഞിട്ടുണ്ട്. അടുത്ത റമദാനിന് മുമ്പ് പിടിച്ചു വിട്ടണമെന്നല്ലേ? അടുത്ത റമദാനിന് മുമ്പ് പിടിച്ചു വിട്ടണമെന്നല്ലേ? എന്തേ സഹോദരി മറന്നുപോയത്? ശഅബാൻ മാസം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ച, റമദാൻ കഴിഞ്ഞ് നോമ്പ് പിടിച്ച മാസം. നീ നോമ്പ് പിടിക്ക്, അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ജനങ്ങൾ നിസ്സാരമായി തള്ളുന്ന കാര്യങ്ങളൊക്കള ഈ മാസത്തെ മുറുകെ പിടിക്ക്. ഈ മാസത്തെ മുറുകെ പിടിക്കുന്നവർക്ക് അള്ളാഹു 5 പ്രതിഫലം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ജനങ്ങൾ നിസാരമായി തള്ളിക്കളയുന്ന പാവങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ചെയ്താൽ, നിങ്ങൾ സൂക്ഷ്മത പുലർത്തിയാൽ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന 2 പ്രതിഫലം. ഒന്ന് കേട്ടോ, ഒന്ന് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ മുമ്പിൽ നിന്ന് നയിച്ചതിന്റെ പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ബദറിലും മുഹദിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലും ഒക്കെ യുദ്ധത്തിന് പോയ സഹാബത്തുണ്ട്. രണാങ്കണത്തിൽ പോയി നിന്ന് ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള സഹാബത്ത് യുദ്ധത്തിന്റെ മുൻപന്തിയിൽ നിന്നിട്ട് യുദ്ധം നയിച്ച ആ നയിച്ചവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം. എടാ, ജനങ്ങൾ പാപമല്ലെന്ന് പറഞ്ഞ് തെള്ളിക്കളയുന്ന ഈ പാപങ്ങളെ നീ നിന്റെ ജീവിതത്തിൽ സൂക്ഷിച്ചാൽ അല്ലാഹു നിനക്ക് ആ പ്രതിഫലം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 2ാമത്തെ പ്രതിഫലം എന്താ? ഉസ്താദേ, അവൾ അങ്ങനെ നടക്കുന്നു, ഇവളങ്ങനെ നടക്കുന്നു, അവൾ നിസ്കരിക്കുന്നില്ല, ഇവള് നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തല്ലാനുള്ളതല്ല. ഉമ്മ നിസ്കരിക്കുന്നില്ലല്ലോ, വാപ്പ നിസ്കരിക്കുന്നില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാ നിസ്കരിക്കുന്നത്? ഞാൻ എന്തിനാ തലമറയ്ക്കുന്നത്? ഞാൻ എല്ലാവരും മുടിവെട്ടാതെ നടക്കുന്നല്ലോ, ഞാൻ എന്തിനാ ഉമ്മ മുടിവെട്ടുന്നത്? അതൊരു ഫാഷനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും നീ ചെയ്യരുത്. നീ മുസ്ലിമാടാ, നീ മുസ്ലിമാടാ. എല്ലാവരും അങ്ങനെ നടക്കുന്നു എന്ന് പറഞ്ഞ് നീ അങ്ങനെ നടക്കരുത്. ചെറുപ്പക്കാര് കണ്ടിട്ടില്ലേ, കൂട്ടുകാരെല്ലാവരും മുടി അങ്ങനെ വളർത്തുന്നു, അതുകൊണ്ട് ഞാനും വളർത്തുന്നു. അത് ഫാഷനാവുമ്മ ഇല്ലേ? അള്ളാഹു കാക്കുമാറാകട്ടെ, അല്ല കാക്കുമാറാകട്ടെ. അങ്ങനെ വളർത്താൻ പാടുണ്ടോ? ഉസ്താദന്മാരോട് പോയി ചോദിക്കണം, പടിപടിയായി മുടിവെട്ടുന്നവൻ അല്ല കൊടുക്കുന്ന ശിക്ഷ എന്താണ്? ഓരോ വാപ്പമാരും ചോദിക്കണം, പടിപടിയായി മുടിവെട്ടുന്നവൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മലക്കുകൾ അവനെ ശപിക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ.
ഈ ചോദിക്കുന്നല്ലോ ഉസ്താദെ, നല്ലൊരു വീട് കെട്ടി, എന്തേ ഉസ്താദെ വീടിൻ്റെ അകത്ത് സമാധാനമില്ല, സന്തോഷമില്ല, എപ്പോഴും പ്രശ്നം, മുടി വളർത്തിയിട്ട് ഒരുത്തം നടപ്പില്ലേ? അള്ളാൻ്റെ മലക്ക് പ്രാവുന്ന ഒരുത്തം നിന്റെ വീട്ടിൽ ഉണ്ടെങ്കിൽ എങ്ങനെ സമാധാനം കിട്ടും? അള്ളാൻ്റെ മലക്കുകളും അള്ളാഹുവും അള്ളാൻ്റെ റസൂലും മലക്കുകളും ശപിക്കുന്ന ഒരുത്തം നിന്റെ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ സമാധാനം കിട്ടും? അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹ് കാക്കുമാറാകട്ടെ. ചെറുപ്പക്കാരുടെ കയ്യിൽ മൊത്തവും ചങ്ങല, ആണും പെണ്ണില്ലേ. പെണ്ണ് കെട്ടിയവൻ്റെ കയ്യിലുമുണ്ട് ചങ്ങല. പെണ്ണ് കെട്ടിയവൻ അവൻ്റെ മക്കളെ തന്നെ കെട്ടിക്കാറായി. പെണ്ണും പിള്ളയുടെ കയ്യിൽ ചെയിൻ കിടക്കുന്നു, ഇവൻ്റെ കയ്യിലും ചെയിൻ കിടക്കുന്നു. രണ്ടും സവാഉൻ കാന. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹ് കാക്കുമാറാകട്ടെ. അപ്പൊ ചോദിക്കും, വെള്ളിയല്ലേ ഉസ്താദെ, ആണുങ്ങൾക്ക് വെള്ളി ഇട്ടൂടെ? ഇട്ടൂടെ, ആണുങ്ങൾക്ക് വെള്ളി ഇട്ടൂടെ? പറയടോ, വെള്ളി ഇട്ടൂടെ? പറ, വെള്ളി ഇട്ടൂടെ? സ്വർണ്ണ വെള്ളി ഇടാൻ പാടില്ലാത്തത്. വെള്ളി എന്ന് പറഞ്ഞാൽ ഉസ്താദന്മാരോട് പോയി ചോദിച്ചാൽ മതി എന്താ നിയമമെന്ന്. എടാ, വെള്ളി ധരിക്കാമെന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടികൾക്ക്, ചെറിയ മക്കൾക്ക് ഈ അരയിലിടുന്ന അരിഞ്ഞാണെന്ന് പറയും. ഇവിടെ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. ചെറിയ കുട്ടികൾക്ക് അരിഞ്ഞാണമിടാം, ആണുങ്ങൾക്ക് മോതിരം. ഇതാ വെള്ളി. പൈസ കൊടുത്തിട്ട് തൊടല്, ഭ്രാന്ത് പിടിച്ചവനാ ഇടുന്ന തൊടല്, കഴുത്തിലും കയ്യിലും. ഇപ്പൊ പിന്നെ കാലിൽ വരെ ചരട് കിട്ടുന്ന കാലവാ. അത് ഒറ്റക്കാലിൽ മതവിളകിയ ആനയെ കെട്ടിയിടുന്ന പോലെ, ഭ്രാന്ത് പിടിക്കണ ആനയെ കെട്ടിയിടുന്നത് പോലെ ചെറുപ്പക്കാർ ഒരു കാലി ചരട് കെട്ടിയിട്ട് നടക്കുന്നത്, കഴുത്തിലും കയ്യിലും തൊടലിട്ടുണ്ട് നടക്കുന്നത്. അത് വേറെ അസുഖം പിടിച്ചവർക്കല്ലേ മക്കളെ? എടാ, വെള്ളി ധരിക്കണമെന്ന് പറഞ്ഞാൽ നല്ല ഒരു കല്ല് വാങ്ങ്, മനോഹരമായൊരു കല്ല് വാങ്ങ്. ചിലപ്പോൾ നീ രക്ഷപ്പെട്ടു. കല്ലും തന്നെ പല മോഡലുകളുണ്ടെന്ന. ഹജറുൽ അസ്വദ് അല്ലാഹു ചുംബിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. കല്ലുകൾ ഇപ്പോൾ മനോഹരമായ നല്ല കല്ലുകൾ വാങ്ങി ഒരു വെള്ളിയുടെ മോതിരം പണിത് കയ്യിലിട്ടിട്ട് ആ സുന്നത്തായ രീതിയിൽ നടക്കടാ മോനെ, രക്ഷപ്പെടൂല്ലേ? അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇത് കൈ കിടക്കണ തൊടലുകളൊക്കെ എടുത്തു മാറ്റ്. ഇങ്ങനെയുള്ള എല്ലാവരും ചെയ്യുന്ന കാര്യം നീ നോക്കണ്ട. നീ ദീൻ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ ചെയ്ത് ജീവിച്ച ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ അള്ളാഹ് നല്ല ഒരു മരണം തരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നല്ലൊരു മരണം നൽകുമാറാകട്ടെ. അങ്ങനെയുള്ള പാപങ്ങളെ നീ സൂക്ഷിക്ക്, അങ്ങനെയുള്ള പാപങ്ങളെ നീ സൂക്ഷിക്ക്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരികയാണ്, ജനങ്ങൾ നിസാരമായി തള്ളിക്കളയുന്ന, ജനങ്ങൾ നിസാരമായി പാപമല്ലെന്ന് പറയുന്ന ഇതൊക്കെ പാപമാണോ? ഇത് ചെയ്താ നരകത്തിൽ പോകുമോ? ഇത് ചെയ്തതിന്റെ പേരിൽ അല്ലാഹു എന്നെ നരകത്തിലിട്ടാ ഇടട്ടേടാ എന്ന് പറയുന്ന ചില തെറ്റുകളുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ. അതിനെയാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത്. കള്ളു കുടിക്കുന്നതിനെ സൂക്ഷിക്കുമല്ലോ, വ്യഭിചരിക്കുന്നതിനെ പേടിയാണല്ലോ, പലിശ തിന്നുന്നതിനെ പേടിയാണല്ലോ. അല്ലാഹുവേ, ഇതുപോലെയുള്ള വൻപാപങ്ങൾ ചെയ്യാൻ നമുക്ക് വല്ലാത്ത പേടിയാ. എങ്കിലും ചെറിയ പാപങ്ങളെ നിസാരമായി തള്ളുന്നവരുണ്ട്. അതുകൊണ്ട് പറയുകയാ, ജനങ്ങൾ പാപമല്ലെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന പാപത്തിനെ പേടിക്കടാ. ജനങ്ങൾ നിസാരമായിട്ട് തള്ളിക്കളയുന്ന ഈ പാപങ്ങൾ നിനക്ക് സൂക്ഷിക്കാൻ പറ്റുമോ? അല്ലാഹ് അല്ലേ? നമ്മുടെ എല്ലാവരും ധരിച്ചിരിക്കുന്ന വസ്ത്രം മദ്രസയിൽ ഉസ്താമാര് പഠിപ്പിക്കാറുണ്ട്, നെരിയാണിക്ക് താഴെ വസ്ത്രം ഇടരുത്, നെരിയാണിക്ക് താഴെ വസ്ത്രം ഇടരുത്. നമ്മൾ ഇട്ട അവിടെ ഇടത്തുള്ളൂ. നമ്മൾ തൂത്തോണ്ട് നടക്കും. ഇങ്ങനെ പള്ളി തൂക്കാൻ വേണ്ടി എന്തിനാ മോദി ഉസ്താദൊക്കെ ഇങ്ങനെ രണ്ടുപേരും മതി, പ്രസിഡന്റ് മുണ്ടുടുത്തി നടന്നാ മതി. നമ്മളത് പാപമായിട്ട് കാണുന്നില്ല. എങ്കിൽ അതിനെക്കുറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്ന സ്വഹാബാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നിര്യാണിക്ക് താഴെ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കുന്നവനുണ്ടല്ലോ, നിര്യാണിക്ക് താഴെ വസ്ത്രം വലിച്ചിടച്ചുകൊണ്ട് നടക്കുന്നവനുണ്ടല്ലോ, അവൻ അല്ലാഹുവിന് ഇഷ്ടമല്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിര്യാണിക്ക് താഴെ പാണ്ടിട്ടുകൊണ്ട് നടക്കുന്ന ബാപ്പാ, നിര്യാണിക്ക് താഴെ മുണ്ടെടുത്തുകൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരാ, അല്ലാഹിക്ക് നിന്നെ വേണ്ടടാ, അല്ലാഹുവിന് നിന്നെ വേണ്ടടാ. ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ അസ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിര്യാണിക്ക് താഴെ വസ്ത്രമിട്ടുകൊണ്ട് നടക്കുന്നവനെ പടച്ചവൻ ഇഷ്ടമല്ല, അവനോട് ദേഷ്യമാണ്, അവനോട് കോപമാണ്. രണ്ട് സഹാബാ, നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് ജനങ്ങൾ കടന്ന് നിലവിളിക്കുന്ന ദിവസമുണ്ടല്ലോ. യാ വൈലതാ യാ ഖസ്റതാ, എന്റെ നാശമേ,
എന്റെ നാശമേ എന്ന് ജനങ്ങൾ പരലോകത്ത് കിടന്ന് നിലവിളിക്കുന്ന റബ്ബിന്റെ കോടതിയുണ്ടല്ലോ. എടാ പടച്ചവനല്ലാതെ ആരാടാ നിന്നെ സഹായിക്കാറുള്ളത്? യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി. നിനക്ക് ജന്മം തന്ന നിന്റെ വാപ്പയ്ക്ക് നിന്നെ വേണ്ട. وَإِذَا رَأَتْهُم مِّن مَّكَانٍ بَعِيدٍ سَمِعُوا لَهَا تَغَيُّظًا وَزَفِيرًا. അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തെ കാണുന്ന സമയമുണ്ടല്ലോ. മക്കള് പടച്ചവനോട് പറയുന്നു, അല്ലാഹുവേ എന്റെ വാപ്പയുടെ നന്മയെടുത്ത് എനിക്കതാ എന്റെ പാവങ്ങൾ മുഴുവനും വാപ്പായിക്ക് കൊടുക്ക്, എന്നിട്ട് എനിക്ക് സ്വർഗം തരാ, ഈ മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചെറിയൂ എന്ന് നമ്മുടെ പൊന്നാര മക്കള് പറയുന്ന ദിവസമുണ്ടല്ലോ. ഗർഭം ചുമന്നതിന്റെ കഥ പറയുന്ന ഉമ്മ, നൊന്ത് പ്രസവിച്ചതിന്റെ വാക്ക് പറയുന്ന ഉമ്മ, പാല് കൊടുത്തതിന്റെ കാര്യങ്ങൾ പറയുന്ന ഉമ്മ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് കാല് പൊള്ളിയിട്ട് സഹിക്കാതെ വരുമ്പോ നിന്റെ പൊന്നാര മക്കള് പടച്ചവനോട് പറയുന്നു, നാഥാ കാല് പൊള്ളുന്ന റബ്ബേ, കാല് പൊള്ളുന്ന റബ്ബേ, എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല റബ്ബേ, എന്റെ ഉമ്മാനവൊന്ന് മലത്തി കടത്തിത്താല്ലാ, ആ നെഞ്ചത്ത് കേറി ഞാനൊന്ന് നിൽക്കട്ടെ റബ്ബേ എന്ന് മക്കള് പറയുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തിൽ മുണ്ട് നെരിയാണിക്ക് താഴെ കിട്ടവന്, പാണ്ട് നെരിയാണിക്ക് താഴെ കിട്ടവന്, അഹങ്കാരിയെ പോലെ നടന്നവര് റസൂലുള്ളാഹി തങ്ങള് പറയുകയാണ്, റബ്ബ് നിന്നെ നോക്കില്ലടാ, അല്ല നിന്നോട് മിണ്ടൂല, അല്ലാഹു കണ്ട പരിചയം കാണിക്കൂല, അല്ലാഹു നിന്നെ അല്ലാഹുവിന്റെ കാരുണ്യം നിനക്ക് ലഭിക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. 3 എടാ അഹങ്കാരമുണ്ടല്ലോ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയുമോ? ഒരു കടുകുമണിയുടെ അളവെങ്കിലും അഹങ്കാരമുണ്ടോ? ഒരു കടുകുമണിയുടെ അളവെങ്കിലും അഹങ്കാരമുണ്ടോ? അവൻ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ കടക്കൂല, അവന്റെ അമലുകൾ അല്ലാഹു സ്വീകരിക്കൂല. അത് തഴമ്പുള്ളവനാണെങ്കിലും താടിയുള്ളവനാണെങ്കിലും ഖുർആൻ പഠിച്ചവനാണെങ്കിലും ഇമാമാണെങ്കിലും വഅദ് പറയുന്നവനാണെങ്കിലും ഏത് കൊലകൊമ്പനാണെങ്കിലും ഒരു കടുകുമണിയുടെ അളവെങ്കിലും നിന്റെ ഹൃദയത്തിന്റെ അകത്ത് അഹങ്കാരമുണ്ടോ? ഒന്നും അല്ലാഹുവിന് വേണ്ടടാ, നിന്റെ ഒരു അമലും അല്ലാഹുവിന് വേണ്ട. റസൂലുള്ളാഹി തങ്ങളാണ് പറയുന്നത്, നെരിയാണിക്ക് താഴെ, നെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചിടച്ചുകൊണ്ട് നടക്കുന്നവനുണ്ടല്ലോ, അവൻ അഹങ്കാരമുള്ളതിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കടുകുമണിയുടെ അളവെങ്കിലും അഹങ്കാരമുള്ളവൻ സ്വർഗത്തിൽ കടക്കൂല. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നമുക്ക് ആർക്കെങ്കിലും അഹങ്കാരം ഉണ്ടോ? ഉണ്ടോപ്പാ? അഹങ്കാരം ഇല്ലാത്തവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. ഈ പൊക്കിയത് തന്നെയാ നിനക്ക് അഹങ്കാരം ഉണ്ടെന്നുള്ളതിന് അടയാളം. അല്ലാഹു കാക്കുമാറാകട്ടെ. എന്താ ബെടായപ്പ, നിനക്ക് തന്നെ അറിയില്ല ഇത് ഓവറാണെന്ന്. എന്നെ പൊന്നാര കാക്കാമാരെ, എടാ ചങ്ങാതി, നിനക്ക് തന്നെ അറിയാം ഇത് ഓവറാണെന്ന് ഇല്ലേ? അല്ലാഹു കാക്കുമാറാകട്ടെ. ഞാൻ തമാശ പറഞ്ഞ അല്ലാഹു കാക്കുമാറാകട്ടെ. എടാ, ഒരാൾക്ക് അഹങ്കാരമുണ്ടോ എന്നറിയണമെങ്കിൽ അവന്റെ വസ്ത്രത്തിൽ നോക്കിയാൽ മതി. അവന്റെ കാലിലെ ഞെരിയാണിക്ക് താഴെ വസ്ത്രം കിടക്കുന്നുണ്ടെങ്കിൽ അവൻ അഹങ്കാരമുള്ളത് കൊണ്ടാണ് അങ്ങനെ നടക്കുന്നതെന്ന് നബിയിന റസൂലുള്ളാഹി. അപ്പോൾ ഒന്ന്, ഞെരിയാണിക്ക് താഴെ വസ്ത്രം ഇട്ടുകൊണ്ട് വലിച്ചിടിച്ചുകൊണ്ട് നടക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാ. 2, നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹു അവനോട് കരുണ കാണിക്കില്ല, അവന് സ്വർഗം പോലും കിട്ടൂല. ഇതാണ് മുണ്ട് വസ്ത്രം ഞെരിയാണിക്ക് താഴെ ഇടുന്നവന് നഷ്ടപ്പെടുന്ന കാര്യം. ഇതെല്ലാവർക്കും അറിയാം. എന്നിട്ട് ഇങ്ങനെ നടക്കാം. അല്ലാഹു കാക്കുമാറാകട്ടെ. ഇതാ വെറൈറ്റി, ഇതാ വെറൈറ്റി. എല്ലാവരും പാൻറ് താഴെ ഇടുമ്പോൾ നീ മടക്കി വെക്കണം.
നീ മടക്കി വെക്കണം. അള്ളാഹു കാക്കുമാറാകട്ടെ. മുണ്ടെടുക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി നിന്റെ ഞെരിയാണിക്ക് താഴെ വേണം, മുകളിലേക്ക് നിന്റെ വസ്ത്രം ഉയർത്തി ഉടുത്തണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇത് പാപമല്ലെന്നാണ് നമ്മൾ കരുതിയിരിക്കുന്നത്. എങ്കിൽ അതിൻ്റെ ഭവിഷ്യത്താണ് ഞാൻ പറഞ്ഞത്. 2, നമ്മളെല്ലാവരും നിസ്കരിക്കൂലേ? നിസ്കരിക്കുമോ? ഇല്ലേ? നിസ്കരിക്കും. സുജൂദ് ചെയ്യില്ലേ? നമ്മൾ നിസ്കാരത്തിൽ സുജൂദ് ചെയ്യുമ്പോൾ നമ്മളുടെ കാലുകളുടെ വിരലുകൾ നമ്മൾ എങ്ങനെയാ വെക്കുന്നത്? ശ്രദ്ധിക്കണം, ചെറുപ്പക്കാർ പഠിക്കണം. നമ്മളെല്ലാവരും നിസ്കരിക്കുന്ന സമയത്ത് സുജൂദ് ചെയ്യുമ്പോൾ, സുജൂദ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാലിൻ്റെ വിരൽ 3 രീതിയിലാണ് വെക്കുന്നത്. ഒരു വിഭാഗം പുറകിലേക്ക് ഇട്ടേക്കും, ഇങ്ങനെ. രണ്ടാമത്തെ വിഭാഗം കുത്തി നിർത്തും. മൂന്നാമത്തെ വിഭാഗം കാലിൻ്റെ അടിഭാഗം ഭൂമിയിൽ തന്നെ വെക്കും. ഇതിലെ ഏത് രീതിയിലാണ് സുജൂദ് ചെയ്യേണ്ടത്? അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. ഇതിലെ ഏത് രീതിയിലാണ് ചെയ്യേണ്ടത്? പറയടോ ചങ്ങാതി. ഞാൻ റേഡിയോയോ? ഞാൻ തന്നെ ചോദ്യം ചോദിക്കും, ഞാൻ തന്നെ മറുപടി പറയും. അപ്പോൾ നിങ്ങളെന്ത്? സത്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പഠിക്കണം. നിങ്ങൾ പോയിട്ട് ഹദീസിൻ്റെ കിതാബുകൾ എടുത്തു നോക്ക്. സുജൂദ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വിരലുകളുടെ തുമ്പാണ്, ഈ ഭാഗമാണ് എല്ലാവരും ഇങ്ങനെ കുത്തിവെക്കുക. ഇങ്ങനെ സുജൂദ് ചെയ്യുമ്പോൾ അധികം പേര് ഇങ്ങനെ കുത്തിവെക്കും. സത്യത്തിൽ കാലിൻ്റെ ഉൾഭാഗം, ആ കാലിൻ്റെ ഉൾഭാഗം സുജൂദിൽ ഇങ്ങനെ വെക്കണമെന്നാണ്. അല്ലാതെ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാകില്ല എന്ന് തന്നെ ഹദീസിൻ്റെ കിതാബ് ഫിഖ് വായിച്ചു നോക്കിയാൽ മതി. നിസ്കരിക്കുന്ന സമയത്ത്, സുജൂദ് ചെയ്യുന്ന സമയത്ത് അവൻ്റെ കാലിൻ്റെ അടിഭാഗത്ത് കാലിൻ്റെ വിരലുകൾ അതിങ്ങനെ വളച്ചു വെക്കണമെന്നാ. കാലിൻ്റെ അടിഭാഗം സുജൂദിൻ്റെ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഭൂമിയിലിരിക്കണമെന്ന നമ്മളിൽ അധികം പേരും ചെയ്യാറില്ല. സുജൂദിലുമില്ല, അത്തഹയ്യാത്തിലുമില്ല, വാലാ കോല തോന്നുന്നത് പോലെ ഇരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ നിസ്സാരമായി തള്ളിക്കളയേണ്ട കാര്യമല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ നമസ്കാരമാണ്. സ്വർഗത്തിന്റെ താക്കോലല്ലേടാ ചെറുപ്പക്കാരാ. മദ്രസയിലെ 2ാം ക്ലാസ്സിൽ പഠിച്ചവനാട് നിസ്കാരം സ്വർഗത്തിന്റെ താക്കോലാണെന്ന് നീ പഠിച്ചിട്ടുണ്ടല്ലോ. സുജൂദല്ലേ മോന്? ലോകത്ത് അല്ലാഹുവിന്റെ മുന്നിലല്ലാതെ മറ്റൊരാളുടെ മുന്നിലും സുജൂദ് ചെയ്യാൻ പാടില്ല. അല്ലാഹുവിന്റെ മുന്നിൽ മാത്രമേ സുജൂദ് ചെയ്യാവൂ. എന്റെ പ്രിയപ്പെട്ടവരെ, സുജൂദിന്റെ പ്രതിഫലമെന്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, നിങ്ങൾ സുജൂദിനെ ദീർഘിപ്പിക്കണേ സഹാബാ, നിങ്ങൾ സുജൂദിനെ ദീർഘിപ്പിക്കണേ സഹാബാ. അല്ലാഹുവിന്റെ റസൂൽ പറയാൻ കാരണം എന്തെന്നറിയുമോ? ഒരു മനുഷ്യനുണ്ടല്ലോ, സുജൂദ് ചെയ്യുമ്പോൾ അവന്റെ ശരീരം കൊണ്ട് അവൻ ചെയ്ത പാപങ്ങൾ മുഴുവനും ഉണ്ടല്ലോ. ആ മനുഷ്യൻ ചെയ്ത പാപങ്ങള് അവന്റെ തലയുടെ മുകളിൽ വന്നിരിക്കുകയാ. സുജൂദിൽ കിടക്കുമ്പോ ഉണക്ക മരത്തിൽ നിന്ന് ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ പാപം അവന്റെ തലയിൽ നിന്ന് പൊടിഞ്ഞു വീഴുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ, മോനെ, സുജൂദ് ചെയ്യാതെ എന്ത് നിസ്കാരമാടാ? സുജൂദ് ചെയ്യാതെ എന്ത് നിസ്കാരമാ? അതുകൊണ്ട് ചെറുപ്പക്കാരോട് പറയുകയാ, മോനെ, എങ്ങനെയാണ് സുജൂദ് ചെയ്യേണ്ടതെന്ന് പഠിക്കണമടാ. എല്ലാരും ചെയ്യുന്നത് പോലെയല്ല മോനെ. നമസ്കാരം തുടങ്ങിയത് മുതൽ നമസ്കാരം അവസാനിക്കുന്നത് വരെ നിന്റെ കാലിന്റെ അടിഭാഗമുണ്ടല്ലോ മോനെ. നിസ്കരിക്കുന്ന സമയത്ത് നിന്റെ കാലിന്റെ അടിഭാഗം സലാം വീട്ടുന്നത് വരെ ഒരല്പമെങ്കിലും ഭൂമിയിൽ ഉണ്ടാകണം. അല്ലാതെ അത്തഹയ്യാത്തിരിക്കുമ്പോ കാല് നേരെ വെക്കുന്നവരുണ്ട്, സുജൂദ് ചെയ്യുന്ന സമയത്ത് വിരൽ ഇങ്ങനെ കുത്തിവെക്കുന്നവരുണ്ട്. അല്ല, നിന്റെ കാലിന്റെ അടിഭാഗമുണ്ടല്ലോ, അത് നീ ഭൂമിയിൽ കൊള്ളുന്ന രീതിയിലിരുന്ന് സുജൂദ് ചെയ്യണേ. നീ ഇത് വല്ലാതെ ശ്രദ്ധിക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ